ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പൊതുവീടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ ഈസ്റ്റർ ആശംസകൾ. ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈസ്റ്റർ ഇങ്ങനെ തുടങ്ങുവാണ് കേട്ടോ. രാവിലെ ബീഫ് കറിയും അപ്പവുമാണ് ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ. പിന്നെ ചപ്പാത്തി, അത് നമ്മുടെ പുത്രിക്ക് വെള്ളം കടിച്ചിരിക്കുന്ന കേട്ടോ, അവക്കാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. ഇന്ന് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ രാവിലത്തെ കാപ്പ് കുടിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിന്ന് മേമയുടെ ഒക്കെ എടുത്ത് പോവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞു അല്ലുമുളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അല്ലുമുളൊക്കെ എടുത്തോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഇനി ഇവിടെ റെഡിയാകാത്ത ഒറ്റൊരു വ്യക്തിയേ ഉള്ളൂ, അച്ചു. തലയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളെല്ലാം റെഡിയായി. അപ്പം ഞങ്ങളിനി പോകുന്ന വഴിക്കത്തെ വിശേഷവും വീട്ടിലെ വിശേഷങ്ങളും എല്ലാമായിട്ട് ഇനി വീഡിയോയിലൂടെ കാണാമേ. ആ മുടി ആ ഫാനിലോട്ട് കയറി ഉടക്കരുത്. ഫാനിൻ്റെ കീഴിലോട്ട് ഇങ്ങനെ ഉണക്കിയാൽ കേട്ടോ. ഇവിടെ മാത്രം അത് മുണങ്ങിക്കോളൂടി. നീ കുളിപ്പിന്നില്ല, പിന്നെ വണ്ടിക്കകത്ത് കാണിക്കല, പിന്നെ മേമ അടിച്ചിട്ട് വേണേൽ മുടി ചീക്കട്ട. അല്ലാതെ ഇന്നെങ്കിലും പോക്ക് അടക്കുകയല്ല. ഇന്ന് അവസരം നമുക്ക് വണ്ടി എടുക്കാം, നമുക്ക് ഇറങ്ങിയേക്കാം. എത്ര ഉത്തരവാദിത്തമുള്ള മോനാന്നേക്ക്. അപ്പൻ്റെ ചെരുപ്പ് എനിക്ക് വയ്യ. ഇങ്ങനെ അപ്പനെ സൂചിപ്പിച്ച് നിൽക്കുന്ന ഒരു മോൻ ഇവനേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഒരു കാര്യം ചോദിച്ചാൽ അവന് കുനിയാനും നുവരാനും ഒക്കെ അങ്ങ് ബുദ്ധിമുട്ടാണ് നേരം. ഫോൺ ബസ്സുണ്ട്. എങ്ങനെയൊന്നും ചെയ്യില്ല. ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മുണ്ടക്കയത്തേക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ്. വഴിയിലൊന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അച്ചുവിനോട് വണ്ടി ഓടിക്കുന്ന വെച്ചപ്പോൾ അച്ചുവിന് പേടിയാന്ന് പറഞ്ഞു, കണ്ണനും പേടിയാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ ആരെ കൊണ്ട് ഓടിപ്പിക്കട്ടെ, ഓസൻ ഓടിച്ചാൽ മതി. എവിടെ അച്ചു? എവിടെ? കെട്ടിയോനാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എനിക്ക് ഓടിക്കാൻ പേടിയാണ്. സത്യമായിട്ടും അതെ. എൻ്റെ കാലിനൊന്നാമത് വേദന, രണ്ടാമത് എനിക്ക് ഭയങ്കര ടെൻഷൻ. ഈ ഭാവിച്ചേൻ്റെ കൂടെ ഇരുന്ന് വണ്ടി ഓടിക്കാൻ എനിക്ക് ശലം പോലും ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഈ മനുഷ്യൻ ചെറിയൊരു കുറ്റം വന്ന് എന്നെ പച്ചത്തെറി വിളിക്കും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. പിന്നെ അങ്ങനൊന്നും വലുതായിട്ട് വാശി കിട്ടിയാൽ ഞാൻ ഓടിക്കും കേട്ടോ. നീ വേണ്ട, എനിക്ക് പേടിയാ. വണ്ടി നിർത്തുമ്പോ എനിക്ക് പേടിയാ. ഇപ്പൊ ഒരു മാസമായില്ലേ. വീഡിയോ വേണ്ട, അങ്ങനെ ഒരു അതിമോഹം ഒന്നും എനിക്കില്ല. എനിക്ക് സാധാരണ അടുക്കളയിലെ ജോലി വീഡിയോ എടുക്കുന്നതിലെല്ലാം മോനെ. എടാ ഇപ്പൊ ഞാൻ മറ്റേ ഒത്തിരി ദിവസം എന്റെ കാല് ഞാൻ മറ്റേ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ വണ്ടി നട്ട് നീക്കിയിടുമായിരുന്നു. ഇപ്പൊ ഒത്തിരി നാളായി വണ്ടി. റോഡൊക്കെ നേരെയാണ്. പക്ഷെ ഈ ബാച്ചൻ എന്നെ ചുമ്മാ എന്നെ ഇപ്പോഴേ ടെൻഷൻ അടിക്കാൻ. സമാധാനമായിട്ട് ബാബ എടുത്ത് പോയിട്ട് വരാം. അവരെയൊക്കെ കാണാൻ ആഗ്രഹിച്ചു പോവാൻ. മുട്ടിന് വേദനയുണ്ട് വാച്ചട്ടാ തന്നെ. ഇപ്പൊ തന്നെ എടാ ഇപ്പൊ തന്നെ ഉണ്ടോ ചെറിയൊരു കാര്യം വന്നപ്പോഴേ ദേഷ്യപ്പെട്ടുണ്ടോ. അപ്പൊ പിന്നെ ഞാൻ ഓടിക്കുമ്പോഴത്തേക്ക് ആദ്യം എന്നെ പറയും, നീ വരയുടെ വഴിയാ പോകുന്നത്, നീ വരയുടെ അപ്പുറത്ത് പോകുന്നുണ്ട്, നീ വരയുടെ ഇപ്പുറത്ത് എന്ന് പറയും. അതുകൊണ്ട് ഞാനില്ല. ഇനി ഒരിക്കലും ബാസിന്റെ വണ്ടിയിൽ എന്നെ തൊടിയിക്കായിരുന്നു പറഞ്ഞു. ഒരിക്കലും ഇനി ഞാൻ വണ്ടി ഓടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇനി എന്റെ കണ്ണമ്മ വലുതാകും, കണ്ണമ്മ വണ്ടി ഓടിക്കാൻ പഠിക്കും, അമ്മയും കൊണ്ട് പോകും. നീ നിന്റെ പെണ്ണുങ്ങളെ കൊണ്ട് പോകത്തുള്ളത് എനിക്കറിയണ. എന്നെ കൊണ്ടുപോകണ്ട. എനിക്ക് ഇങ്ങനെ ബാസൻ ഓടിക്കുമ്പോ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ അമ്മയ്ക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ അമ്മയുടെ കാലുവേനം വരത്തില്ല, ഒന്നും വരത്തില്ല. പക്ഷെ അമ്മയ്ക്ക് ബാച്ചൻ ഇഷ്ടപ്പെട്ടില്ല, നിർത്തിയേക്കോ. അതുകൊണ്ട് നിങ്ങൾ സംസാരം നിർത്തിയേക്കോ. ഇത് എരുമേലി വനമാണേ, അല്ലേ വാച്ചട്ടാ? എരുമേലി വനമല്ലേ ഇത്? എരുമേലിലോട്ട് പോകുന്ന വനം. കാട്ടുതീ തടയാന്ന് ഇവിടെ എഴുതി വെച്ചിരുന്നുണ്ടോ? ശ്രദ്ധിച്ചില്ലായിരുന്നു. അയ്യോ, 50 രൂപ പൈസ ഇട്ടില്ലായിരുന്നു. ഇതാണ് വാവരുപള്ളി, എരുമേലിയിലെ പള്ളി. എവിടെ
അല്ല പള്ളി എടുക്കാനിട്ടാണ് അടിക്കണ്ടോ എൻ്റെ ബാബിരി പള്ളി. ഞങ്ങൾക്ക് ഇങ്ങോട്ടുണ്ട്. ഞാൻ കടവല്ല ഉണ്ടോന്ന് ചോദിച്ചു. ആ വീടൊക്കെ അന്ന് പണിയുന്ന സമയത്ത് നമ്മളിവിടെ വരുന്നൊക്കെ ആണോ? ദിവസം ഉണ്ടോ? അവിടെ അവനെങ്ങോട്ട് പോകാൻ നിൽക്കുക കേട്ടോ. അവനെങ്ങോട്ട് പോകാൻ നിൽക്കുക. കണ്ടോ അവന് നോട്ടം കണ്ടോ? അവനൊരു പ്രതീക്ഷയില്ലാതുള്ളവര്. ഇതാണ് ഞങ്ങളുടെ അല്ലുക്കുട്ടൻ. ടാറ്റ ഹായ് ഒന്ന് അല്ലുക്കുട്ടൻ. കണ്ടോ ഞങ്ങളുടെ അല്ലുമോളാണ് ഇത്. ഞങ്ങളുടെ ചുന്തിരി വാവയത് അല്ലേ ചക്കരമുത്തേ? ചിരി കണ്ടോ ചക്കരയുടെ? ഒന്നിലും പറ ജീനാമേന്ന് വിളിച്ചേ. ഈ ചിരി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇച്ചിരി കഴിയണമെന്ന് ആക്റ്റീവ് ആകണമെങ്കിൽ. ആക്റ്റീവായി കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ വരാം അല്ലേ? എല്ലാവരും കണ്ടല്ലോ. എൻ്റെ അല്ലുമോൾ ഇതാണ്. എൻ്റെ ചക്കരമുത്തിതാ. എൻ്റെ ചുഞ്ചിരി വാവ ഏത് ചുഞ്ചിരി വാവ? കയ്യും മൈലാഞ്ചിയൊക്കെ ഇട്ടേക്കുന്ന കണ്ടോ എൻ്റെ ചക്കരയുടെ? ചിരി കൊടുക്ക. അച്ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണോ? ആണോ? നീനാമേന് എൻ്റെ എല്ലാ വീഡിയോസും സ്ഥിരം ഒരു ദിവസം പോലും മുടങ്ങാതെ ഫുള്ളായിട്ട് കാണുന്ന എൻ്റെ ജെന്യുവനായിട്ടുള്ള സബ്സ്ക്രൈബറാണ് എൻ്റെ അല്ലുമോള്. ഇല്ലേ ചക്കര? വീഡിയോ ഒക്കെ കാണത്തില്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇന്നാളുള്ളതിനെല്ലാം കളഞ്ഞോ? അല്ലുമ്മയുടെ മൂത്ത ചേട്ടന അപ്പിച്ചൻ ആൽഫി. അലോഷിക്കുട്ടൻ ഇന്നരച്ചക്കര. ഇവിടെ എല്ലാം പുഞ്ചിരി മാത്രമുള്ള മനുഷ്യട്ട് തിണ്ട് ഞങ്ങളുടെ മറ്റൊരു ചിരിക്കുടുക്കേത് അല്ലേ അല്ലുമോളെ? ഇതാരുടെ സൈക്കിൾ ഇരിക്കുന്നേ? ഇതാണോ നിന്റെ? അത് ചേട്ടായിയുടെ. ഇതൊക്കെ ആയൊന്നും ഇല്ലടാ, ആയി വരുന്നതേ ഉള്ളു അല്ലേ? നാളിത് കുഞ്ഞുമാരെ ഇപ്പം ജിത അച്ചു ഓർക്കുന്നുണ്ടോ? ജിതമോടെ പേരാ വായി വരുന്നത്. അച്ചു ഓർക്കുന്നുണ്ടോ? ലിജോ ഒരു ദിവസം നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവരാരും ഇവിടെ ഇല്ലായിരുന്നു. പഴുത്ത് താഴെ വീണിട്ട് ലിജോ പറഞ്ഞ് നമുക്ക് തിന്നു നോക്കാമെന്നും പറഞ്ഞ് നമ്മൾ കഴിച്ചു നോക്കി. ഓർക്കുന്നുണ്ടോ? അന്ന് കുഞ്ഞിതിൻ്റെ ഒരു ഇത്രയുള്ള കമ്പായിരുന്നു, കുഞ്ഞു കമ്പായിരുന്നു. അവരൊക്കെ അനുമോടെ അമ്മയൊക്കെ വന്നു, മമ്മിയൊക്കെ വന്നു. ഇവിടുത്തെ മിറ്റം കണ്ട എന്നാ രസമാണെന്നറിയോ? ഒരു പ്രത്യേകതയാണ്. ഇതിപ്പോൾ ഉണങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് പുല്ലൊക്കെ. മഴ സമയത്ത് നല്ല ഇതായിട്ട് പുല്ലൊക്കെ കിളുത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അനുമോളെ വന്നെന്ന് തോന്നുന്നു മമ്മിയൊക്കെ. അയ്യോ ഭയങ്കര ചൂട് ഇവിടൊക്കെ. മിറ്റമൊക്കെ പറഞ്ഞോ? ഇല്ലേ? ഇരിക്കാം. ബാബാ അതെ അല്ലു അല്ല അല്ലു ആൽബി അലോഷി. ഞങ്ങളുടെ ഇവിടുത്തെ മേമയുടെ വീട്ടിലെ ഈസ്റ്റർ ആഘോഷങ്ങളാണ്. ഉച്ചയ്ക്കത്തെ ഊണാണ്. എല്ലാവരും. അനുമോടെ പപ്പായാണ് ബാബുസാറിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ജോയസ്, മേമ, എല്ലാവരും ഉണ്ട്. അല്ലുമോനെ ജോയ് സാറേ, ഞാൻ ജോയ് സാറെ വിളിച്ചപ്പോ കാര്യമായിട്ട് നോക്കുന്നു. ആൽബി ഇരിക്കുമോനെ? ആൽബി ഇരിക്കടാ. എന്നാ അച്ചു ഇരിക്കും. അല്ല എന്നാ ഈ മോള് ഇരിക്കട്ടെ. അനുമോള് അയ്യോ ആണോ? അച്ചു ഇരുന്നോടി. ഇരുന്നോടി. ഇത് അല്ലുമോടെ ഇപ്പുറത്തിരുന്നോ ഇടി. എന്നാ പിന്നെ ഞങ്ങൾ ഇരുന്നോളാം. ജോയ്സ് ഇരുന്നോളാം. എന്നാ ഞാൻ വിളമ്പിത്തരാം. അലോഷി ബാമനെ, അവള് ഞങ്ങളുടെ കൂടെ ഉള്ളന്ന്. അലോഷി ഇരിക്കും മോനെ, ഇവിടെ വാ. അനുമോള്,
കൈ കഴുകിയില്ലടാ? ഓ കഴുകണ്ടതേ. അനുമോളെ ഇത് ചോറ് വിളമ്പുന്ന തവിയാണോ അതോ ആണോ? ചിക്കൻ കറി. കഴിക്കുന്നില്ലേ? പിന്നെ ആ ചിക്കൻ വേണോ? ആ ചിക്കൻ വേണോ? അയ്യോ വേണ്ട. ഇന്നാളെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടുന്നൊക്കെ പണിയുമായിരുന്നു. വന്ന് അത് കഴിഞ്ഞ് വന്നായിരുന്നു. പക്ഷെ അന്ന് അത്രയും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. പെട്ടെന്ന് നിങ്ങൾ പോയില്ല നിങ്ങൾ. അങ്ങ് തുടച്ചിടേ. ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരാൾ ഭയങ്കര ഡാൻസില്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് ഡാൻസിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു കേട്ടോ. മറ്റേത് കൈയൊക്കെ എടുത്ത് ഭയങ്കര ആശങ്കണിയൊക്കെ നല്ല രസമാണ്. സ്കൂളിലൊക്കെ ഡാൻസിനൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് കളിക്കാനപ്പോഴത്തേക്ക് ഭയങ്കര ചമ്മൽ വീഡിയോ എടുക്കാനിപ്പോൾ. ഞാൻ ദൂരെ നോക്കിയപ്പോൾ എന്നെ കണ്ടില്ലായിരുന്നു. അന്നേരം അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വന്നത്. അന്നത്തേക്ക് ടി വിയിൽ നല്ല അടിപൊളി പാട്ടിട്ട് കൊടുത്തേക്ക് കേട്ടോ. അത് നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ വരുന്നതുകൊണ്ടാണ് പാട്ടിനകത്ത് ചേർക്കാത്തത്. അപ്പോൾ അല്ലുമ്മയുടെ ഡാൻസും എല്ലാം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനും. മുണ്ടാക്കത്ത് വരുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം പ്രതീക്ഷിക്കാതെ വന്നതാണ്. ആരോടും പറഞ്ഞില്ല, ഇന്ന് വരുമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ പോകുന്നു. ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഞങ്ങൾ വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഉറപ്പില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾ കുറേ നാളെ കണ്ട് അല്ലുമ്മയുടെ കാര്യമൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ടല്ലോ, കാണാൻ വരണമെന്നും എല്ലാം. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാ അധ്യാപകരായിട്ടുള്ളൊരു വീടെന്ന് പറഞ്ഞില്ലേ, അതാണ്. അനുമോടെ അമ്മയും ടീച്ചറാണേ. അപ്പം എല്ലാവരും അധ്യാപകരാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ പിള്ളേരുമൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാതെ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ഈസ്റ്ററായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു വരവും എല്ലാവരെയും ഒന്ന് കാണുകയും മേമയെ കാണാൻ പറ്റുകയും എല്ലാം ചെയ്ത് ഒത്തിരി നാളായി മേമയെ കണ്ടിട്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നു. മേമ എടുത്തുനിന്ന് ഇനി നേരെ ഞങ്ങൾ പനക്കിച്ചിറയിലെ തേക്കും കൂപ്പാണ് ഇതേ. ഇവിടെയൊക്കെ ശരിക്കും റോഡിന് വീതി കൂട്ടി അല്ലേ? മറ്റേത് ഇവിടെയൊക്കെ ഒട്ടും വീതി ഇല്ലാത്ത പോലെയായിരുന്നു. നമ്മൾ ഒത്തിരി നാളായി ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ. നമ്മുടെ പനക്കിച്ചിറ എത്തി. അങ്ങനെ ഞങ്ങളുടെ പനക്കിച്ചിറ എത്തി. ഇതേണ്ട ആ രൂപക്കൂടിൻ്റെ ലിജോ ഏതാണ്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന കേട്ടോ. അത് സ്പോൺസർ ചെയ്ത് ആ കർത്താവിൻ്റെ പടം കണ്ടോ? അതല്ലേ ഈശോ തന്നെയാണോ കർത്താവ്? വേണ്ട നിർത്തില്ല. നേരെ ഞങ്ങൾ പഠിച്ച സ്കൂളൊക്കെ ലിജോ മേടിച്ച് കൊടുത്തെന്നാ പറഞ്ഞേ. ഞങ്ങൾ പണ്ട് പഠിച്ച സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂൾ. മൈക്കിളേട്ടൻ്റെ കട. ഈ എല്ലാ കട അടച്ചിട്ട് കാര്യം കാണാൻ പറ്റുന്നില്ല. ആ മൈക്കിളേട്ടൻ ഉണ്ട് കേട്ടോ. അന്ന് ഇന്നും ഇവിടെ ഞങ്ങൾ ഈ നേഴ്സല്ല, ഞാൻ ജോയ്സ് എല്ലാം പഠിച്ചത്. ഇത് ഞങ്ങളോട് പഠിച്ച ചെറുക്കൻ്റെ വീടാണ്. അങ്ങ് മേളില് എങ്ങരഞ്ഞേണ്ട കട. ഇതൊക്കെയാണ് ഈ വഴിയൊക്കെ കണ്ട് ഈ സൈഡിൽ കണ്ട ഒരു ചില കല്ല് കണ്ടോ നിങ്ങൾ? അത്ര കല്ലായിരുന്നു ഈ വഴി നേരത്തെ ഉണ്ടായിരുന്നേ. വെള്ളാരം കല്ല്, പഞ്ചായത്ത് കിണർ, ഇതൊന്നും മറന്നിട്ടില്ല. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എന്നാ ഉലുക്ക് പോയി വണ്ടിക്ക്. വീഡിയോ മൊത്തം കാണാമെന്ന് പറഞ്ഞത്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടായത്. ഇവിടെയൊക്കെ ഈ പറമ്പിലൂടെയൊക്കെ ഞങ്ങൾ എന്ത് ഓടിച്ചാടി കളിച്ച് നടന്നിട്ടുള്ളതെന്നറിയാം. ഇതുവഴി ഇങ്ങനെ പോയി അതുവഴി കയറി. അന്ന് ഇവിടെ ഒന്നും വീടില്ല, ഇതെല്ലാം പുറകിലോട്ട് സ്ഥലമായിരുന്നു. ഇതുപോലെ കല്ലും മണ്ണും നിറഞ്ഞ വഴികളിലൂടെയാണ് ഞങ്ങൾ നടന്നിട്ടുള്ളത്, അറിയാമോ?
ഈ മാവിനൊക്കെ എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പറയാം. എൻ്റെ കുഞ്ഞിലേ മുതലുള്ള മാവാ. ആദ്യം മുളേണ്ടിയുടെ ചെടിയൊക്കെ നോക്കട്ടെ, വല്ല അടിച്ചുകൊണ്ട് പോകണം. ആരും ഇല്ലേടാ അവിടെ? സൈച്ചാസിൻ്റെ ഒരു ഉറക്കമാണോ? സൈച്ചാച്ചോ ഞാൻ കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ ഓടി നടന്ന വീടാട്ടോ. വീടിൻ്റെ പരിസരമാണ്. ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ പറമ്പൊക്കെ ഒത്തിരി വലുതായിരുന്നു. ഞങ്ങളുടെ അവിടെ കൊച്ചു പെരയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കളിക്കുമായിരുന്നു. ഞാൻ, ലിജോയ്, ജോയ്സ്, ഞങ്ങളൊക്കെ. എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ളൊരു ചാമ്പയാട്ടോ ഇത്. ഈ ചാമ്പയിൽ ആദ്യമായിട്ട് ചാമ്പയ്ക്ക ഉണ്ടായതും ഒക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു. ഇവിടെ ഒരു കിണറുണ്ട്. ഇവിടെയൊക്കെ ഉണക്കാകുമ്പോഴത്തേക്ക് വെള്ളം പറ്റും. അഴുക്ക് വെള്ളം കിടക്കുന്നത് കേട്ടോ. എനിക്കൊന്ന് മഴ എങ്ങാണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത് ആയ വെള്ളം തോന്നുന്നു, അഴുക്ക് വെള്ളം. ഇവിടെയൊക്കെ ഇപ്പോൾ കുഴക്കിണറൊക്കെ ആയി. ഞങ്ങളൊക്കെ പണ്ട് അവിടെ ഇവിടെയൊക്കെ പോയായിരുന്നു വെള്ളം കോരിക്കൊണ്ട് വരുന്നത്. പ്ലാവ്, ഈ മൂലപ്ലാവ് ഞങ്ങൾ ഇതിന് പറയുന്നത് കേട്ടോ വെച്ചു. അതിൽ തേൻ വരിക്കുക, നല്ല തേൻ പോലത്തെ ഇതാ ചുള. അത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ട് അതിനകത്ത് തേൻ ഇങ്ങനെ ഭയങ്കര രുചിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു ചുളകളാണ്, പക്ഷെ നല്ല ഇതാ. ചാമ്പയ്ക്ക കുറിച്ചാണോ പഴുത്താക്കി? അമ്മ എന്നെ പേരയ്ക്ക കുറിക്കണോ അവിടെ? ആ അവിടെ കയറാം അല്ലേ? പെലയുടെ മണ്ടയ്ക്ക്. പറിച്ചോടി പേരയ്ക്ക. സൈച്ചാച്ചൻ എൻ്റെ ഇളയ അമ്മാച്ചൻ. എന്നാ കവറാണോ? ചമ്മക്കായിരുന്നടാ? ഇളക്കിയിട്ടടാ, തള്ളി താഴെ ഇടുന്നിട്ട് ഓടിക്കും. അപ്പൊ ഞങ്ങള് ഇവിടെ വന്നേച്ച് ഇനി പോവാണ്. മോളേന്റി അപ്പൊ പിന്നെ കാണാം. പോവാ. ആൽഫി ഇവന്മാരിട്ട് ഭയങ്കര ഡയലോഗ് കേട്ടോ. ആൽഫി അലോഷി ചിരിച്ചിടപാട് തെറ്റും പറച്ചില് കേട്ടാല്. സൈച്ചാൻഡില്ലേ കേട്ടോ. അമ്പലമൊന്നുമല്ല, സ്കൂളാ. അത് ഞാൻ പഠിച്ച സ്കൂളാ. ഈ മല നോക്കി, അങ്ങോട്ട് നോക്കി, അക്കരയിലോട്ട് നോക്കി. ഇതാണ് മൂത്ത അമ്മാച്ചൻ്റെ വീട്. ഇതിന് ഇവര് വാടകയ്ക്ക് കൊടുത്തേക്കാണോ ഇത് കട? ആണോ? ആഹാ, വെറുതെ അല്ല ഇതിൻ്റെയൊക്കെ ഇതിങ്ങനെ വെച്ചേക്കും. ഞാൻ ഓർക്കുകയും ചെയ്തു തന്നെയാണ്. പിന്നെ തട്ടുകടാന്ന് എഴുതി വെച്ചേക്കുന്നതിന്. ആഹാ. ഉച്ചാപ്പി 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 ഉഷാപ്പിയുടെ നോട് പോത് ഡി കാന്താരിപ്പണ്ണേ. അറിയോ? അറിയോ? ഇഞ്ചിരി കുഞ്ഞിക്കാന്താരി ചുഞ്ചിരി തോന്നി. പ്രിയ എന്നാടി പരിപാടി? ചോറ് ഇനി വന്നേ. ആടാ നേടെ പോയി അതൊക്കെ എടുത്തേ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇനി വന്നേ. അവിടെ ഇട്ടിരിക്കും, കണ്ണിരിക്കുന്നത് അവിടെ നല്ലപോലെ കാറ്റിട്ടുണ്ട്. ആ പിച്ചൻ ഇങ്ങനെ ഇരിക്കുക. എടി നിനക്ക് കിട്ടിയില്ലേടാ? വണ്ടിക്കകത്തുണ്ട്.
ഞാൻ വണ്ടിക്കകത്ത് വെച്ച് പോയി. നീ അല്ല വെച്ച, ഞാനാ വെച്ച കേട്ടോ. ആഹാ, എനിക്ക് നല്ല ഓർമ്മയെന്ന് വണ്ടിക്കകത്ത്. എന്റെ പൊന്നോ, കാന്താരി പെണ്ണെ, കൺമണി ഇങ്ങോട്ട് നോക്കിയേ. നിനക്ക് മുട്ട കിട്ടിയില്ലേടാ? പള്ളി പോയില്ലേ? എന്നിട്ട് കിട്ടിയില്ല കൊച്ചിന്? നമുക്ക് കേസ് കൊടുക്കണോടാ. ഇല്ലേ? പിന്നെ നീ എപ്പോഴാടാ പോയെ? രാവിലെ പോയവർക്കേ ഉള്ളോ? ആടാ, അപ്പൊ നീ രാവിലെ അത് മുട്ട തിന്നാനല്ലടാ പോയത്? നോയമ്പ് തീരുന്നതിന്റെ. അത് ബാത്റൂം സമ്മതിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്നാ നോയമ്പ് തീരുന്നതിന് ബാത്റൂം ബ്രോ ദുഃഖള്ളി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നോയമ്പ് വിടും. ഈസ്റ്റർ ഞായറാഴ്ച രാവിലെ. ഇപ്പഴല്ലേ പള്ളിയിലൊക്കെ ഇങ്ങനെ മുട്ട കൊടുക്കുന്ന, പണ്ടൊന്നും അങ്ങനൊന്നും ഇല്ല എന്നല്ലേ? പക്ഷേ ആ ആണോ? ഓ, ഞങ്ങള് ഉള്ളും കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നോ? നമ്മളൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നിച്ച് രാവിലെ വന്ന് ഇറച്ചിക്കറി വെച്ച് വെച്ചു. അതാ നിന്നത്. അന്നേരം കഴിക്കും. ഞാനിപ്പോഴും ജോയ്സ് ആയിരുന്നു അതിന്റെ ആൾ. അവന് രാവിലെ ഒന്ന് അന്നേരം അപ്പം ഉണ്ടാക്കി കൊടുക്കണം മേമ. ആ എന്നിട്ട് കയറി കിടന്നുറങ്ങി. എല്ലാവരും കൂടെ കൂടിക്കോളുവേ. ചിരി കേട്ടോ. ഓ, ലിജ വിളിച്ചോ? ആണോ? ആ ആ കൺമണി ഇങ്ങോട്ട് വന്നേ. ഇനി വന്നേ ഒരു ഡാൻസ് കളിച്ചേ. പാടിക്കേ, ഒന്ന് പാടിക്കേ. വേണ്ട വേണ്ട, തെറിച്ച് പോന്നു. ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മിസ് ചെയ്ത് ലാൽച്ചാൻ കേട്ടോ. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ ചിരിച്ചുകൊണ്ടൊരു നിപ്പുണ്ട് കേട്ടോ. കയറി വാടാ മക്കളെന്ന് പറയാം. ആ ഒരു ചിരിയും നിപ്പും ഒക്കെ ഇന്നും കണ്ണി നിപ്പുണ്ട്. കയറി വരുമ്പോഴേ ലാൽച്ചാനോട് ഉള്ളത് പോലെ തോന്നുന്നത്. ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് പോയി നിന്നവരെ തോന്നിയിട്ടില്ല കേട്ടോ. അവിടെ ഉണ്ട് എന്നൊരു മനസ്സിൽ എപ്പോഴും തോന്നലാണ്. അത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് ബാബുച്ചേട്ടൻ കേട്ടോ. ബാബുച്ചേട്ടൻ ലാൽച്ചാൻ എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമായിരുന്നു. ലാൽച്ചാനും അതുപോലെ തന്നെയായിരുന്നു. അച്ചു വേണ്ട, സൈച്ചായൻ പറന്നു പോന്ന്. കണ്ടോ കണ്ടോ കണ്ടോ, പറന്നു പോന്ന്. അവിടെ നിർത്താനാണോ ഈ പറന്നു പോയത്? ആ, സൈച്ചാച്ചൻ പോവാണേ. ചക്കരെ ലിയമോളെ പോവാ. ഷാൻഡി ഇപ്പൊ എല്ലാവരുടെയും യാത്ര. പ്രിയേ, അവൻ വരുമ്പോഴേ ഇനി ഇറങ്ങത്തുള്ളായിരിക്കുമല്ലോ അങ്ങോട്ട്. ആ ആ ബാന്നേ. ആ, അവൻ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നിച്ച് പോയപ്പം പറഞ്ഞ ജീന ചേച്ചി എന്നാ ഉണ്ടാക്കുന്നത്, അവൻ അടുത്ത അവധിക്ക് വരാറായി. അന്ന് ഈസ്റ്ററിന് വന്ന, ഇപ്പൊ ഒരു വർഷം അടുത്ത ഈസ്റ്ററിനാ വരുന്നത്. വരുന്നുണ്ടോ? ആ ആ, പെമ്പിളാരോ ആമ്പിളാരോ? ആമ്പിളാരോ? പെമ്പിളാരെല്ലാം വരുന്നുണ്ടോടാ? ജിജ വരുന്നുണ്ട്. എല്ലാരും ജിതമോള് വരുമ്പോ അങ്ങോട്ട് വരുന്നുണ്ടോ എന്നോട്? ഇതേണ്ടത് അരളിയ. ആ ഉണ്ട്, കൈറാഴ്ച നമുക്ക് ട്രീറ്റ്മെന്റും എല്ലാം കൂടെ ആയിക്കൊണ്ട്. അപ്പൊ ഞങ്ങള് യാത്രയാവുകയാണ് കേട്ടോ. പാട്ടൊക്കെ കേട്ടോ, പാട്ടൊക്കെ കേട്ടോ. ചൂടോ? കറിയൊക്കെ നമുക്ക് ചൂടയാണെങ്കിൽ. ഹെൽമെറ്റിന്റെ സൈഡിൽ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റാന്നിയിലെത്തി കേട്ടോ. റാന്നി വന്ന് ഇനി ഇവിടെ നിന്ന് റാന്നി എത്താറായപ്പോഴത്തേക്ക് അച്ചു പറഞ്ഞു നമുക്കൊരു ചായ കുടിക്കാം, ഉഴുന്നോടെ കഴിക്കാമെന്നൊക്കെ പറയാം.
അപ്പോൾ നല്ലപോലെ മഴക്കാറുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചേച്ച് ഇനി ടൗണിലെത്തി, നമ്മുടെ അവിടുത്തെ സ്റ്റാൻഡിലെത്തി. ഇനി പിന്നെ ഇവിടെ നിന്ന് ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ മഴയ്ക്ക് മുന്നേ ഇനി വീട്ടിലോട്ട് പോകണം. എന്നാണ് ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ ഉണ്ടല്ലോ, ഒരുപാട് സന്തോഷം തോന്നി. പ്രതീക്ഷിക്കാതിരിക്കുക ഒരു യാത്രയൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം മറക്കണ്ട കേട്ടോ, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ചായയൊക്കെ കുടിച്ച് കണ്ണൻ വെളിയിൽ നിന്നാണ്, ചേട്ടനും കണ്ണനും ഞാനും വെച്ച് വണ്ടിക്കകത്തിരിക്കും കേട്ടോ. ഞങ്ങൾ വണ്ടിക്കകത്തിരുന്നാണ് ചായയൊക്കെ കുടിച്ചത്. അപ്പം മഴ ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം പിന്നെ പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് ഇനി വീട്ടിലെത്തുക എന്നാണ്.